ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കിരൺ പത്രത്തിൽ നോക്കുമ്പോൾ കല്യാണിയുടെ ന്യൂസൊക്കെ കാണുവാണ് കേട്ടോ. ഭയങ്കര സന്തോഷത്തോടെ വിളിച്ച് അച്ഛനെയും അമ്മയൊക്കെ കാണിക്കുവാണ്. എല്ലാവരും പത്രമൊക്കെ തട്ടിപ്പറിച്ച് മേടിച്ച് പിടിച്ച് ന്യൂസൊക്കെ വായിച്ച് നോക്കുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും ദീപ അങ്ങ് വരുമ്പോഴത്തേക്കും കിരൺ കാണിക്കുവാണ്, ദീ നോക്കമ്മേ അമ്മയുടെ മോളുടെ വാർത്ത എന്നൊക്കെ പറയുമ്പം ദീപ ഒരുപാട് സന്തോഷത്തോടെ കാണുവാണ് കേട്ടോ കല്യാണിയുടെ വാർത്തയൊക്കെ. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കിരൺ പറയാണ്, നോക്കട്ടെ അകത്ത് വിശദമായിട്ടുണ്ടായിരിക്കും ന്യൂസ് എന്ന് പറഞ്ഞ് പത്രം മേടിച്ച് തിരിച്ച് നോക്കുമ്പോഴാണ് LK കൺസ്ട്രക്ഷൻസിൻ്റെ പരസ്യം കിടക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മുടെ രാജകുമാരൻ വിക്രത്തിൻ്റെയും കാർത്തികയുടെയൊക്കെ ഫോട്ടോ ഉണ്ട് കേട്ടോ. അത് കാണുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് മുഖം മാറുവാണ് കേട്ടോ നമ്മുടെ കിരണിൻ്റെ. അപ്പോഴത്തേക്കും എല്ലാവരും ചോദിക്കും എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് കാണിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് പറയാണ്, ഇന്ന് കല്യാണിയുടെ ഫോട്ടോ ഒക്കെ വരും എന്നറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചെയ്തതായിരിക്കും എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രൂപ ദീപയോട് പറയുന്നുണ്ട്, എന്തായാലും ദീപ ഭാഗ്യം ചെയ്തോളാം, ഒരേ ദിവസം തന്നെ മോൻ്റെയും മോളുടെയും ചിത്രമൊക്കെ ന്യൂസ് പേപ്പറിൽ വന്നില്ലേ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും ദീപ പറയുകയാണ്, അതെന്താ കിരണിൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞേ, കല്യാണി അർഹതയുള്ളതാണ് മേടിച്ചിരിക്കുന്നത്, ഇവനോ അവനെന്ത് അർഹതയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. കഴിയുമ്പോൾ CS പറയുന്നുണ്ട്, ആ പെൺകൊച്ചൊരു ഫ്രോഡായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും ദീപയും കിരണും പറയുന്നുണ്ട്, അങ്ങനെയൊന്നും തോന്നിയില്ല എന്ന് പറയുവാണ്. അത് കഴിയുമ്പോൾ പറയുവാണ് എല്ലാവരും പരസ്പരം, ഇനി എന്താ വരാനിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ, ഇവരുടെ കാര്യമായതുകൊണ്ട് എന്തും സംഭവിക്കാം, അതുകൊണ്ട് കാത്തിരുന്ന് കാണാനേ മാർഗമുള്ളൂ എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്ക് CS പറയുകയാണ്, ആ ലേലം അത് പോയത് നഷ്ടമായിപ്പോയി, ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ച് ക്യാഷ് കൂടുതലിട്ടാണെങ്കിലും നമുക്കത് പിടിക്കായിരുന്നു എന്ന് പറയുവാണ് കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് കിരൺ പറയുന്നുണ്ട്, 3.5 കോടിയാണ് ഞാൻ അതിന് ഉദ്ദേശിച്ച ബഡ്ജറ്റ്, അതിൽ നിന്ന് 1 രൂപ പോലും കൂടുതൽ കൊടുത്തത് മേടിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോൾ ലക്ഷ്മിയും കാർത്തികയും കൂടെ കല്യാണിയുടെ ന്യൂസിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുവാണ്. കഴിയുമ്പോൾ പറയുകയാണ്, ഇന്ന് തന്നെ കമ്പനിയുടെ ഇനാഗ്രേഷൻ്റെ പരസ്യം ഇട്ടത് അവർക്ക് വിഷമമായി കാണും, എന്നാലും സാരമില്ല, എല്ലാം നാളത്തെ ഒരു നല്ല പുലരിക്ക് വേണ്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അത് കഴിയുമ്പോഴത്തേക്ക് കാർത്തിക പറയുന്നുണ്ട്, എന്തൊക്കെയാണേലും അതെ, അവളെ എപ്പോഴും വിഷമിപ്പിക്കാൻ പറ്റില്ല, അവൾ ഇത്ര അർഹമായൊരു വിജയം നേടിയിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് അവൾക്കൊരു സ്വീകരണം നടത്തണം, ഞാൻ എന്തായാലും വരുന്നില്ല, അമ്മ എൻ്റെ അമ്മയാണെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അമ്മ മഹിളാരത്നത്തിൻ്റെ ആളാന്ന് പറഞ്ഞ് സ്വീകരണത്തിന് വന്നാൽ മതി, എന്നിട്ട് അവൾക്കൊരു നല്ല സ്വീകരണം ഒരുക്കണം എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ ക്രിസ്റ്റീന ഇങ്ങനെ കല്യാണിയുടെ ന്യൂസൊക്കെ കാണുവാണ്. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുവാണ്, ഇവളാൾ സ്മാർട്ടാണ്, എന്തായാലും ഈ സ്മാർട്ടായിട്ടുള്ള ഭാര്യ തിരിച്ചു വരുമ്പോഴത്തേക്കും കിരണിൻ്റെ ഹൃദയത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഞാൻ സ്ഥാനം പിടിച്ചിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്ന കിരണിനെയാണ്. കിരൺ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ രതീഷ് വന്നിട്ട് പറയുകയാണ്, നമ്മുടെ 2-3 കസ്റ്റമേഴ്സിനെയാണ് LK കൺസ്ട്രക്ഷൻസ് പിടിച്ചത് എന്ന് പറയുമ്പോൾ കിരൺ പറയുകയാണ്, അത് നേരം, അതൊരു വലിയ നഷ്ടമായിപ്പോയി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ക്രിസ്റ്റീന അങ്ങ് കയറി വരുവാണ്. അപ്പോൾ ക്രിസ്റ്റീനേനെ കാണുമ്പോഴത്തേക്കും രതീഷ് ഇങ്ങനെ പറയുന്നുണ്ട്, പുതിയ ആൾക്കാരെയൊക്കെ ഹയർ ചെയ്തതല്ലേ, ഒന്ന് ആഞ്ഞ് പരിശ്രമിക്കാൻ പറ സാർ എന്ന് പറഞ്ഞിട്ട് രതീഷ് അവിടെ നിന്ന് പോവാണ് കേട്ടോ. ആ സമയത്ത് കിരണിനെ നോക്കിയിട്ട് ക്രിസ്റ്റീന പറയുകയാണ്, സാർ ഒട്ടും വിഷമിക്കേണ്ട, കസ്റ്റമേഴ്സ് പോയ കാര്യമൊക്കെ എനിക്കറിയാം, പക്ഷെ അതിലും നല്ല കസ്റ്റമേഴ്സിനെ കൊണ്ടാണ് ഞാൻ വന്നേക്കുന്നതെന്ന് പറഞ്ഞ് ഒരു പുതിയ വില്ല പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുവാണ് കേട്ടോ കിരണുമായിട്ട് ക്രിസ്റ്റീന. അപ്പം കിരണും ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, നമുക്കിപ്പോൾ തന്നെ ക്ലയൻറ്റിനെ കാണാൻ വേണ്ടി പോവാം സാർ എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയുകയാണ്, ഞാൻ ഓക്കെയാ, എനിക്കെന്താ വേറെ പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കും ക്രിസ്റ്റീന പറയുകയാണ്, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം സാർ, ഏത് രീതിയിൽ സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് കിരണിൻ്റെ മുഖം മാറുവാണ് കേട്ടോ. ഒരു കിരൺ പറയുകയാണ്, ക്രിസ്റ്റീന എന്താ ഉദ്ദേശിച്ചതെന്ന് പറയുമ്പം, അല്ല നമുക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ എഫേർട്ടും ഉണ്ടാവും എന്നാണ് ഉദ്ദേശിച്ചതെന്ന് പറയുവാണ്. അപ്പം നമ്മുടെ കിരൺ പറയുവാണ്, അങ്ങനെയായിരുന്നു, സോറി, പറഞ്ഞ ടോൺ കേട്ടപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചു, എന്തായാലും നേരെയുള്ള മാർഗ്ഗത്തിലൂടെ മാത്രമേ ഞാൻ ഓരോ വിജയവും നേടിയിട്ടുള്ളൂ, ഇനിയും അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് കിരൺ പറയുകയാണ്, എന്നാൽ ശരി ഫ്രഷ് ആയിട്ട് പോരെ, നമുക്ക് താമസിക്കാതെ ഇറങ്ങിയേക്കാം എന്ന് പറഞ്ഞ് കിരണും ക്രിസ്റ്റീനയും കൂടെ അവിടുന്ന് ക്ലയൻസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ക്ലയൻസിനെ മീറ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്നുണ്ട്, ക്വാളിറ്റിയാണ് നിങ്ങളുടെ മെയിൻ ഇതെന്നറിയാം, അതുകൊണ്ടാണ് വില്ലയുടെ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് തന്നെ ചർച്ച ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്, ഇത് ഫോറിനേഴ്സിന് നാട്ടിൽ പണിയുന്ന വില്ലയാണ്, ഞങ്ങളാണ് അത് ഏറ്റെടുത്ത് നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പ്രൊജക്റ്റിനെ പറ്റി കൂടുതൽ പറയുവാണ്. എല്ലാം കേൾക്കുമ്പോൾ കിരണിനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് കിരൺ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് നമ്മുടെ കല്യാണി കിരണിനെ ഇങ്ങനെ വിളിക്കുവാണ് കേട്ടോ. അപ്പോൾ കിരൺ മീറ്റിങ്ങിലായതുകൊണ്ട് കിരൺ ശ്രദ്ധിക്കുന്നില്ല, ഫോണിങ്ങനെ റിങ് ചെയ്യുമ്പോൾ പയ്യെ സൈലൻറ്റിലാണ്, പക്ഷേ ലൈറ്റൊക്കെ തെളിയുമ്പോഴത്തേക്കും നമ്മുടെ ക്രിസ്റ്റീന ഇത് കാണുവാണ് കേട്ടോ. എന്നിട്ട് ക്രിസ്റ്റീന പയ്യെ ഫോൺ കട്ടാക്കിയിട്ട് അത് സ്വിച്ച് ഓഫ് ചെയ്യുവാണ്. കിരൺ ഇതൊന്നും അറിയുന്നില്ല. അപ്പോൾ കല്യാണി ചിന്തിക്കുന്നുണ്ട്, എന്ത് പറ്റി കാണൂ, ഇന്ന് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ എത്ര തിരക്കാണെങ്കിലും എൻ്റെ കോള് കണ്ടു കഴിഞ്ഞാൽ കിരണേട്ടൻ എടുക്കേണ്ടതായിരുന്നു, എന്താ പറ്റിയെന്ന് ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുവാണ്. അതേസമയത്ത് മഹിളാരത്നത്തിൻ്റെ പിള്ളേരെയൊക്കെ അറേഞ്ച് ചെയ്ത്
നമ്മുടെ കാർത്തികയും ലക്ഷ്മിയും അവിടെ റെഡി ആയിട്ട് നിൽക്കുവാണ് കേട്ടോ കല്യാണീനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാർത്തികയുടെ ലോയർ പറയുന്നുണ്ട്, എന്നെ ഇവിടെ കണ്ടാലും പ്രശ്നമല്ലേ, അതുകൊണ്ട് ഞാനും പോവാം, എന്തായാലും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, പിള്ളേരൊക്കെ വന്നോളും, ഇനി നിങ്ങൾ ആക്ട് ചെയ്താൽ മതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കാർത്തിക പറയണം അതൊക്കെ ശരിയാക്കാമെന്ന് പറയുവാണ്. എങ്കിലും ഈ സമയത്ത് കിരൺ എന്തായിരിക്കും പറ്റിയേ, കിരൺ ഒരിക്കലും ഫോൺ ഇങ്ങനെ എടുക്കാതിരിക്കുന്നതല്ലോ എന്നോർത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന കല്യാണീനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്